ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ നേരമായി നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലം ഒക്കെ നമ്മളൊന്ന് ചെയ്തു അല്ലേ? ഫുൾ ഫീച്ചർ വരെ എങ്ങനെയോ എത്തിച്ചു നമ്മൾ. ഫുൾ ഫീച്ചർ കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞോ? അത് ഞാൻ പറയില്ല. റീഇഷ്യൂ ഉണ്ട്. അതൊരു ചെറിയ ടോപ്പിക്കാണ്, എളുപ്പമാണ്. ക്യാൻസൽ ചെയ്ത ഷെയർ വേറൊരാൾക്ക് കൊടുക്കുന്നു. വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന കാരണം കൊണ്ട് കമ്പനിക്ക് എന്താ അതിന് ലാഭം ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കുന്നതാണ് ഈ റീഇഷ്യൂ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായി? അതവിടെ ഇരിക്കട്ടെ, നമുക്കതൊക്കെ പഠിക്കാം. അതിന് മുന്നേ ഇത്ര വീഡിയോസിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾക്ക് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു നല്ലൊരു പ്രോബ്ലം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നാൾ വരയ്ക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ഈ പ്രോബ്ലം നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് നോക്കൂ. അശോക് ലിമിറ്റഡ് issued 3 lakh equity shares of ₹10 each at a premium of ₹2 per share, payable as ₹3 on application, ₹5 on allotment. Note the point, including premium, and the balance in 2 calls of equal amount. ബാലൻസ് 2 ഈക്വൽ എമൗണ്ട് ഓഫ് കോൾസിൽ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കിക്കോളൂ എന്തൊക്കെയുണ്ട് ഒന്ന് എഴുതി വെക്കാം. വർക്കിംഗ് നോട്ടിൽ എഴുതി വെക്കാം. ഞാനാണെങ്കിൽ എങ്ങനെ എക്സാമിന് ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വർക്കിംഗ് നോട്ട് മൊത്തം എത്ര ഷെയറാ പബ്ലിക്കിന് കൊടുക്കണത്? 3 lakh. 3 ലക്ഷം ഇക്വിറ്റി ഷെയർ ആണ് പബ്ലിക്കിന് കൊടുക്കുന്നത്. ഇക്വിറ്റി ഷെയർ, ഒരു ഷെയറിന്റെ യഥാർത്ഥ വില എത്രയായിരുന്നു? 10 രൂപ. 10 രൂപ പ്ലസ് അതിൻ്റെ കൂടെ പ്രീമിയം വാങ്ങുന്നുണ്ട്. പ്രീമിയം എത്രയായിരുന്നു? 2 രൂപ. അപ്പൊ മൊത്തം 12 രൂപ. ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വേറെന്താ പറയണേ? അപ്ലിക്കേഷനിൽ 3 രൂപ. ശരിയായിക്കോട്ടെ. അലോട്ട്മെന്റിൽ 5 രൂപ ഇൻക്ലൂഡിങ് പ്രീമിയം പറയുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തു. 3 + 2 2 രൂപ പ്രീമിയം അതിലുണ്ട്, 3 രൂപ ഒറിജിനൽ എമൗണ്ട്. ആൻഡ് ബാലൻസ് ഇൻ 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 6ആയി, 2. അതെന്താ സാർ അങ്ങനെ പറഞ്ഞ? 6ആയി, 8അല്ലേ ആയത്? ഞാൻ ഒറിജിനൽ മാത്രം കൗണ്ട് ചെയ്തതാ. ഈ 3 മാത്രം കൗണ്ട് ചെയ്തതാ. എല്ലാം ആഡ് ചെയ്താ 12 വരണം. ഒറിജിനൽ മാത്രം ആഡ് ചെയ്താ 10 വരണം. എപ്പോഴും അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഓക്കെ ആവും. ഇനി എന്താ പറയണ ചോദ്യത്തില്? അപ്ലിക്കേഷൻസ് വർ റിസീവ്ഡ് ഫോർ 4 ലക്ഷം ഷെയർ. ഞാൻ 3 ലക്ഷം ഷെയറിനാണ് കൊടുത്തത്. ഞാൻ അലോട്ട് ചെയ്തത് 3 ലക്ഷം ഷെയറിനായിരുന്നു. എനിക്ക് അവിടെ നിന്ന് അപ്ലിക്കേഷൻ കിട്ടിയത് എത്ര ഷെയറിനായിരുന്നു? 4 ലക്ഷം ഷെയറിനായിരുന്നു. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കണം. ഇനി ആൻഡ് ദ പ്രോറാറ്റ അലോട്ട്മെന്റ് വാസ് മെയ്ഡ് ടു ഓൾ ദ അപ്ലിക്കൻസ്. എല്ലാവർക്കും പ്രോറാറ്റ കൊടുത്തു എന്നാണ് പറയുന്നത്. ദ എക്സസ് അപ്ലിക്കേഷൻ മണി വാസ് അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് ദ അലോട്ട്മെന്റ്. ഓക്കെ, എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. മുകേഷ്, who was allotted 800 shares, failed to pay both the calls and his shares were forfeited after the second call. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. മുകേഷ് എന്ന് പറഞ്ഞ ആള് ഒരു 800 ഷെയർ വാങ്ങിച്ച നമ്മുടെ മുകേഷ് ഫസ്റ്റ് കോളും അടയ്ക്കാൻ വിട്ടുപോയി, ഫൈനൽ കോളും അടയ്ക്കാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് കോളും അടയ്ക്കാൻ വിട്ടുപോയി, ഫൈനൽ കോളും അടയ്ക്കാൻ വിട്ടുപോയി പറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷനും കിട്ടിയിട്ടുണ്ടാവും, അലോട്ട്മെന്റും കിട്ടിയിട്ടുണ്ടാവും. അലോട്ട്മെന്റ് കിട്ടിയ എന്ത് കിട്ടിയിട്ടുണ്ടാവും? പ്രീമിയം കിട്ടിയിട്ടുണ്ടാവും. കാരണം അലോട്ട്മെന്റിന്റെ കൂടെയാണ് പ്രീമിയം ഉള്ളത് അല്ലേ? പക്ഷേ ഈ മുകേഷിന് എത്ര ഷെയറാ കമ്പനി കൊടുത്തിരിക്കുന്നത്? 800 ഷെയർ. പക്ഷെ മുകേഷ് എത്ര ഷെയർ ആയിരിക്കും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക? അതറിയോ? നമുക്ക് അറിയില്ലല്ലോ. സർ അതൊക്കെ എന്താ ആവശ്യം? വേണമല്ലോ. ഞാൻ പബ്ലിക്കിന് കൊടുത്തത് 3 ലക്ഷം ഷെയർ ആയിരുന്നു. പബ്ലിക് എൻ്റെ അടുത്ത് നിന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടത് 4 ലക്ഷം ഷെയർ അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ആ കാറ്റഗറിയിൽ പെട്ട ആളല്ലേ മുകേഷും. അപ്പൊ മുകേഷിന് ഞാൻ 800 ഷെയർ കൊടുക്കണമെങ്കിൽ മുകേഷ് എത്ര ഷെയർ ആയിരിക്കും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക? അതിന്റെ അപ്ലിക്കേഷൻ മണിയല്ലേ പുള്ളിക്കാരൻ എനിക്ക് അയച്ചെന്നുണ്ടാവുക. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അപ്പൊ പ്രോറാറ്റ വരുന്ന കേസുകളിൽ അലോട്ടഡ് തന്നാൽ നമ്മൾ അപ്ലൈഡ് കണ്ടുപിടിക്കണം, അപ്ലൈഡ് തന്നാൽ നമ്മൾ അലോട്ടഡ് കണ്ടുപിടിക്കണം. ഇവിടെ മുകേഷിന് അലോട്ടഡ് ആണോ തന്നിരിക്കുന്നത്, അപ്ലൈഡ് ആണോ തന്നിരിക്കുന്നത്? ഈ വേർഡ് നോക്കിക്കേ, അലോട്ടഡ്. ഞാൻ മുകേഷിന് കൊടുത്തത് 800 ഷെയറാ. പക്ഷെ മുകേഷ് എൻ്റെ അടുത്ത് നിന്ന് വേണം എന്ന് പറഞ്ഞത് എത്ര ഷെയർ ആണ് എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കണ്ടേ? അപ്ലൈഡ് കാണണ്ടേ നമുക്ക്? അതൊന്ന് കാണാം നമുക്ക്. അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ സാർ? കാണാൻ പറ്റുമല്ലോ, പറഞ്ഞുതരാമല്ലോ. അതിന് ഫോർമുല ഉണ്ടല്ലോ. അപ്ലൈഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത്
ന്യൂമറേറ്ററിൽ ഇടുക. അപ്ലൈഡ് ബൈ അലോട്ടഡ് ഇൻറ്റു അലോട്ടഡ്, ഇതാണ് ഫോർമുല. ഇങ്ങനൊരു ഫോർമുലയോ? ഇതെന്ത് ഫോർമുല സർ? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാമല്ലോ. അപ്ലൈഡ് കാണാനുള്ള ഫോർമുല അപ്ലൈഡ് ബൈ അലോട്ടഡ് ഇൻറ്റു അലോട്ടഡ്. എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടതിന് ന്യൂമറേറ്ററിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ അലോട്ടഡ് കാണാനുള്ള ഫോർമുല എന്താ? നിങ്ങൾ തന്നെ പറയൂ. അലോട്ടഡ് കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? അലോട്ടഡ് ബൈ അപ്ലൈഡ് ഇൻറ്റു അപ്ലൈഡ്, ഇങ്ങനെ വേണം ചെയ്യാൻ. ഇൻറ്റു അപ്ലൈഡ്. സർ അപ്പോ അത് കട്ടായി പോയിട്ട് ഒരേ ഫിഗർ അല്ലേ കിട്ടുക? അല്ല, പറഞ്ഞുതരാം. ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. ഇത് കമ്പനിയുടെ കാറ്റഗറിയാണ്. ഇത് അയാൾക്ക് കൊടുത്ത, ആ ഷെയർ ഹോൾഡർക്ക് കൊടുത്തത്. ഇത് കമ്പനിയുടെ കാറ്റഗറിയാണ്. ഇത് ആ ഷെയർ ഹോൾഡറിന് കൊടുത്തത്. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പൊ നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്ലൈഡ് ആണ്. സോ അപ്ലൈഡ് കാണണമെങ്കിൽ കമ്പനിയുടെ കാറ്റഗറി നോക്കൂ. കമ്പനി എത്രയാണ്, എന്താ പറയാ, കമ്പനിക്ക് എത്രയാണ് അപ്ലിക്കേഷൻ കിട്ടിയത്? 4 ലക്ഷം. കമ്പനിക്ക് കിട്ടിയത് 4 ലക്ഷം. ഇതാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് കേട്ടോ. കമ്പനിക്ക് കിട്ടിയ അപ്ലിക്കേഷൻ 4 ലക്ഷം. കമ്പനി കൊടുത്തത് എത്രയാ? 3 ലക്ഷം പബ്ലിക്കിന്. അതിൽ മുകേഷിന് കൊടുത്തത് എത്രയാ? 800. ഇങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോ 4 ലക്ഷം ബൈ 3 ലക്ഷം ഇൻറ്റു 800. വേഗം കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ വരും? ഇവിടെ ഫുൾ 0 കട്ട് ചെയ്യാം, ഇവിടെ ഫുൾ 0 കട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? 3200 ഡിവൈഡഡ് ബൈ 3 എന്ന് വരുമ്പോൾ 1 എത്രയാ വരിക? 10 എത്ര വരും? ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയൂ മക്കളെ വേഗം. നിങ്ങൾ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഞാനും ചെയ്യാം, നിങ്ങളും ചെയ്യൂ കേട്ടോ. 3200 ഡിവൈഡഡ് ബൈ 3, 1067 ഷെയർസ്. 1067 ഷെയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ 66 എന്നൊക്കെ പറഞ്ഞ് പോയിന്റ് വരും. അതിന് എന്ത് ചെയ്താൽ മതി? 1067 ഷെയർ എന്ന് പറഞ്ഞ് ഇതാണ് കൊടുത്തിരിക്കണം. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. മറിച്ചും ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഒരു മിനിറ്റ്. അപ്പൊ ഇതൊക്കെ കിട്ടിയിട്ട് എന്താ സാർ പറഞ്ഞുതരാലോ. വെയിറ്റ് ചെയ്യൂ. എന്തിനാ ധൃതി പിടിക്കണേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ മുകേഷ് വാസ് അലോട്ടഡ് 800 ഷെയർസ്, ഫെയിൽഡ് ടു പേ എന്ത്? ബോത്ത് ദ കോൾ. 2 കോളുമാണ് ഇത് ചെയ്തിരിക്കണം, എന്താ പറയാ, ഫെയിൽ ആയിരിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ 1067 ഷെയറിന് വേണ്ട എന്തേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ? അപ്ലിക്കേഷൻ ആയിരിക്കും കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്ലിക്കേഷൻ മുകേഷിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്, പുള്ളിക്കാരൻ വന്നിട്ട് 1067 ഷെയറിന്റെ അപ്ലിക്കേഷൻ മണി എത്രയായിരുന്നു? നമുക്ക് എത്രയായിരുന്നു? 3 രൂപ അല്ലെ? 1067 ഷെയറുടെ, അതെ, 1067 ഷെയറുടെ 3 രൂപ 3201. 3200 എടുക്കാം, അതാ നല്ലത്. റൗണ്ട് ചെയ്ത് എടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് വേണ്ടത് 800 ഷെയറിന്റെ 3 രൂപ. അങ്ങനെയാണെങ്കിൽ 2400. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്താം കേട്ടോ. ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ മുകേഷിന്റെ എക്സ്ട്രാ പണം 3200 മൈനസ് 2400 എന്ന് പറയുമ്പോൾ ബാക്കി 800 രൂപ മുകേഷിന്റെ എക്സസ് പൈസ എൻ്റെ കയ്യിലുണ്ട്. ഈ എക്സ്ട്രാ പണത്തിന് ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അലോട്ട്മെന്റ് വിളിക്കുമ്പോൾ നീ ഫുള്ളും തരണ്ട, 800 രൂപ കുറച്ചിട്ട് ബാക്കി തന്നാൽ മതി എന്നല്ലേ നമ്മൾ മുകേഷിനോട് പറയുള്ളൂ. അപ്പൊ അലോട്ട്മെന്റ് വിളിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേ 800 ഷെയറിന്റെ എത്രയായിരുന്നു അലോട്ട്മെന്റ്? 5 ഇൻക്ലൂഡിങ് പ്രീമിയം 4000 രൂപ തരണം. അതിൽ 800 രൂപ തരേണ്ട ആവശ്യമില്ല. ബാക്കി എത്ര തന്നാ മതി? 3200 രൂപ തന്നാ മതി. അത് അയാൾ തരുന്നുണ്ട്. കാരണം അയാൾ തരാത്തത് ഫസ്റ്റ് കോളും സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളും ആണ്. അപ്പൊ പിന്നെ വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ കണ്ടുപിടിച്ച് വെറുതെ വേസ്റ്റ് ആണെന്ന് വെച്ചാൽ വേസ്റ്റ് ആണെന്ന് തന്നെ കരുതിക്കോളൂ. പറഞ്ഞ് മനസ്സിലാവണോ? ഇതൊക്കെ ഒരു ലോജിക്കലി പറഞ്ഞു തരികയാണ് ഞാൻ, കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞ. ഇത് മുകേഷിന്റെ കാര്യം. ഇതുപോലെ തന്നെയല്ലേ കമ്പനിയുടെ കാര്യത്തിലും? ഒന്ന് ആലോചിച്ച് നോക്കൂ. കമ്പനിയുടെ കാര്യത്തില് കമ്പനിക്ക് അപ്ലിക്കേഷൻ മണി കിട്ടിയത് 4 ലക്ഷം ഷെയറിന്റെ 3 രൂപ കിട്ടി എന്ന് വെച്ചാൽ 12 ലക്ഷം രൂപ കിട്ടി.
പക്ഷെ യഥാർത്ഥത്തിൽ പബ്ലിക്കിന് കൊടുത്തത് 3 ലക്ഷം ഷെയർ അല്ലേ ഉള്ളൂ അല്ലേ? 3 ലക്ഷം ഷെയറിന് 3 രൂപ മതിയായിരുന്നല്ലോ നമുക്ക്. എത്ര? 9 ലക്ഷം രൂപ മതിയായിരുന്നല്ലോ. അപ്പൊ ബാക്കി എത്രയുണ്ട് നമ്മുടെ കയ്യില്? എത്രയുണ്ട്? 3 ലക്ഷം രൂപ എക്സ്ട്രാ പണം ഉണ്ട് എല്ലാവരെയും കൂടിയിട്ട്. ഇതാണ് എക്സസ്. ഈ എക്സസിനെ നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് 3 ലക്ഷം ഇൻറ്റു എന്താണ് 5 രൂപ നമുക്ക് കിട്ടണം ഇൻക്ലൂഡിങ് പ്രീമിയം. 15 ലക്ഷം രൂപ കിട്ടേണ്ട അവിടെ 3 ലക്ഷം രൂപ നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല നമുക്ക്, കാരണം അത് ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ. ബാക്കി എത്ര തന്നാ മതി നമുക്ക്? 12 ലക്ഷം രൂപ തന്നാ മതി. സർ ഇതൊക്കെ ചെയ്തിട്ട് എന്താ സാർ ഗുണം? ഗുണമുണ്ട്. നേരെ ജേർണൽ എൻട്രി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരെ ജേർണൽ എൻട്രിക്ക് പോയാലോ ഗൈസ്? കേട്ടോ, ജേർണൽ എൻട്രി നോക്കിക്കോളൂ. ആദ്യം എന്താ എൻട്രി ചെയ്ത? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ. ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതുകയാണ്. ഷെയർ അപ്ലിക്കേഷൻ. എനിക്ക് കിട്ടിയത് 4 ലക്ഷം ഷെയറിന്റെ 3 രൂപ. എനിക്ക് മൊത്തം കിട്ടിയത് 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ. പക്ഷെ എനിക്ക് വേണ്ടത് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ശ്രദ്ധിച്ചോ, എന്റെ കയ്യിൽ 12 ലക്ഷം രൂപയുണ്ട്. പക്ഷെ ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഒറിജിനൽ അല്ലേ കാണിക്കാൻ പാടുള്ളൂ. ഞാൻ പബ്ലിക്കിന് കൊടുത്തത് 3 ലക്ഷം ഷെയർ അല്ലേ ഉള്ളൂ. 3 ലക്ഷത്തിന്റെ 3 രൂപ 9 ലക്ഷം രൂപ മതി എനിക്ക് ഇപ്പോഴത്തേക്ക് ക്യാപിറ്റൽ ആയിട്ട്. അപ്പൊ എന്റെ കയ്യിൽ എക്സ്ട്രാ പണം 3 ലക്ഷം രൂപയുണ്ട്. ആ 3 ലക്ഷം രൂപ ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ടു ഷെയർ അലോട്ട്മെന്റ്. ഇതാണ് ഞാൻ പ്രോറാറ്റയിൽ പറഞ്ഞു തന്നത്. ടു ഷെയർ അലോട്ട്മെന്റ് 3 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ഞാൻ അലോട്ട്മെന്റ് വിളിക്കുന്നു. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അല്ലേ? ടു സെക്യൂരിറ്റി പ്രീമിയം. കാരണം അലോട്ട്മെന്റിൽ പ്രീമിയം ഉണ്ട്. പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയം എഴുതി കാണിക്കണം. മനസ്സിലായോ? അപ്പോ അലോട്ട്മെന്റ് എത്രയാ? 3 ലക്ഷത്തിന്റെ 5 രൂപ 15 ലക്ഷം രൂപ. പക്ഷെ ഷെയർ ക്യാപിറ്റൽ ഒറിജിനലേ വരാൻ പാടുള്ളൂ. 3 ലക്ഷത്തിന്റെ അലോട്ട്മെന്റിന്റെ ഒറിജിനൽ എമൗണ്ട് എത്രയാ? 3 രൂപ. 5-ല് 2 രൂപ പ്രീമിയം പോയാ ബാക്കി 3 രൂപ അല്ലേ? ഞാൻ എന്താ പറഞ്ഞേ? 3 ലക്ഷത്തിന്റെ 3 രൂപ. അതെങ്ങനെ 3 രൂപ? ഷെയർ ക്യാപിറ്റൽ ഒറിജിനൽ എമൗണ്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ 9 ലക്ഷം രൂപ മതി നമുക്ക് ക്യാപിറ്റൽ ആയിട്ട്. ബാക്കി കളക്ട് ചെയ്യുന്ന 2 രൂപ എന്ന് പറയുന്നത് എന്താ? 3 ലക്ഷം 6 ലക്ഷം രൂപ പ്രീമിയം ആണ്. 6 lakh rupee പ്രീമിയം. എന്നിട്ട് അത് നമ്മൾ വിളിക്കുന്നു അലോട്ട്മെന്റ് ഡ്യൂ ഇൻക്ലൂഡിങ് പ്രീമിയം. വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. അതിൽ ആരും അരിയർ ഒന്നും വരുത്തുന്നില്ല. അപ്പൊ നാലാമത്തെ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. എന്താ പറയണേ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ അലോട്ട്മെന്റ്. നമുക്ക് മൊത്തം 15 ലക്ഷം രൂപയും കിട്ടും, 15 ലക്ഷം രൂപയും കിട്ടും. ടോട്ടൽ 15 ലക്ഷം രൂപയും കിട്ടും നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കോൾ വിളിക്കണം. ഫസ്റ്റ് കോൾ വിളിക്കുമ്പോഴാണ് ട്വിസ്റ്റ് തുടങ്ങുന്നത്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അതിൽ പിന്നെ പ്രീമിയം ഒന്നും ഇല്ലല്ലോ. അപ്പൊ 3 ലക്ഷത്തിന്റെ എത്രയാ? 2 രൂപ. 6 ലക്ഷം രൂപ കിട്ടണം. 6 ലക്ഷം രൂപ കിട്ടണം. പക്ഷെ നമ്മുടെ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി 800 ഷെയർ വാങ്ങിച്ച മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി എമൗണ്ട് തരുന്നില്ല. അപ്പൊ എന്താ ആൻസർ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ എന്ത്? ഫസ്റ്റ് കോൾ. ടു ഷെയർ ഫസ്റ്റ് കോൾ. അപ്പൊ 6 ലക്ഷം രൂപ നമുക്ക് കിട്ടാനുണ്ട്. 6 ലക്ഷം രൂപ കിട്ടണ്ട അവിടെ നമുക്ക് 800 ഷെയർ വാങ്ങിച്ച് നമ്മുടെ മുകേഷ് 2 രൂപ തരില്ല. 1600 രൂപ നമുക്ക് തരില്ല. അപ്പൊ 6 ലക്ഷം കിട്ടണ്ട അവിടെ 1600 രൂപ കിട്ടില്ല പറഞ്ഞാൽ ബാക്കി എത്ര രൂപ ബാങ്കിൽ വീഴും? 5,98,400 ബാങ്കിൽ വീഴും. ഉടനടി ഷെയർ ക്യാൻസൽ ചെയ്തോ? ഇല്ല. അടുത്ത് സെക്കൻഡ് കോൾ വിളിച്ചു. അങ്ങനെയല്ലേ പറയണത്? ഫെയിൽഡ് ടു പേ ബോത്ത് ദ കോൾസ് എന്നല്ലേ പറയണത് ഇവിടെ? അങ്ങനല്ലേ പറയണം മക്കളെ? ഒന്ന് നോക്കൂ. ആഫ്റ്റർ ദ സെക്കൻഡ് കോൾ കഴിഞ്ഞിട്ട് ഫുള്ളും വിളിച്ചിട്ടാ ക്യാൻസൽ ചെയ്യണേ. അപ്പൊ അടുത്ത സെക്കൻഡ് കോൾ വിളിക്കൂ. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ്
share second and final call account debit to share capital. Share second and final call account debit to share capital. എന്താണ് 6 ലക്ഷം 6 ലക്ഷം. അതും എങ്ങനെയാ സാർ 6 ലക്ഷം? 3 ലക്ഷത്തിന്റെ 2 രൂപയല്ലേ സെക്കൻഡ് കോളം? അതും മുകേഷ് തരണില്ല. അപ്പൊ ഇതേ എൻട്രി, എട്ടാമത്തെ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ്, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഇങ്ങനെയാണ് വരിക. സംഭവം എളുപ്പ. ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. എന്നിട്ട് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, എന്നിട്ട് അവിടെ 6 ലക്ഷം രൂപ കിട്ടേണ്ട അവിടെ 1600 കിട്ടില്ല, ബാക്കി 5,98,400 രൂപ കിട്ടും. ഇനി ഷെയർ ക്യാൻസൽ ചെയ്യണു. നേരെ ഷെയർ ക്യാൻസലിംഗ് എൻട്രി. എന്താ എൻട്രി വരിക? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ക്യാൻസലേഷൻ എൻട്രി എന്താ വരിക? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? ഏത് ഷെയറാ ക്യാൻസൽ ചെയ്യണ? 800 ഷെയർ ക്യാൻസൽ ചെയ്യണു. ഇൻറ്റു എത്ര വരെ വിളിച്ചു? ഫുള്ളും വിളിച്ചു. ഇൻറ്റു 10 ഫുള്ളും വിളിച്ചു, 8000 വിളിച്ചു. അതില് നമുക്ക് പ്രീമിയം കിട്ടാത്തായിട്ടുണ്ടോ? ഇല്ല, പ്രീമിയം കിട്ടിയിട്ടുണ്ട്. പ്രീമിയം കിട്ടിയ എൻട്രിയിൽ കാണിക്കരുത്, എമൗണ്ടിലും കാണിക്കരുത്. അപ്പൊ കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യുക. കിട്ടിയത് ഏതൊക്കെയാണെന്ന് ആലോചിക്കൂ. അപ്ലിക്കേഷനും കിട്ടി, അലോട്ട്മെന്റും കിട്ടി. അപ്ലിക്കേഷന് 3 രൂപ കിട്ടി, അലോട്ട്മെന്റ് മൊത്തം 5 രൂപ കിട്ടി. പക്ഷെ അതില് പ്രീമിയം ഉണ്ട്. പ്രീമിയം എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രീമിയം ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രീമിയം എൻട്രിയിലും വരരുത്, എമൗണ്ടിലും വരരുത്. അപ്പൊ 3 + 3 6 രൂപ, അതേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ എമൗണ്ട് ശ്രദ്ധിക്കണം. 800 × 6, അപ്പൊ 4800 ക്യാൻസൽ ചെയ്തു. കിട്ടാത്തത് താഴെ എഴുതി വെക്കണം. എന്തൊക്കെ കിട്ടിയില്ല? കിട്ടാത്തതിന് കോൾസ് ഇൻ അരിയർ എഴുതിയാൽ മതി. ഇതൊരു വലിയ പ്രോബ്ലം അല്ലേ? കോൾസ് ഇൻ അരിയർ എഴുതിയാൽ മതി. അപ്പൊ എന്താ വരിക? 800 വേണ്ടല്ലോ, ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ, 1600 ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള് 1600, രണ്ടും കൂടി എത്ര വരും? 3200 വരും. ഇപ്പൊ ടാലിയായി. എത്ര എളുപ്പം! ഇതാണ് പറഞ്ഞത്. ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻട്രിയിലും വരരുത്, എമൗണ്ടിലും വരരുത്. എമൗണ്ടിൽ എവിടെയും പ്രീമിയം കാണിക്കരുത്. ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻട്രിയിലും വരണം, എമൗണ്ടിലും വരണം. ഇതാണ് ഞാൻ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇത് അത്യാവശ്യം ചെറിയൊരു, എന്നാലും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പ്രോബ്ലം. ഇനി നമുക്ക് റേഷ്യോ ആണ് എടുക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോ സെഷനിൽ നോക്കാം. താങ്ക് യു സോ മച്ച്.